ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡയറീസ്. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ രണ്ടല്ല, എനിക്കൊന്ന് 4 പ്രൊഡക്ട്സ് ഉണ്ട്. അതിൽ 3 ഒന്നില്ലാത്ത ഒരു ബോക്സ് തന്നെ വന്നുകൊണ്ട് നന്നായി. മറ്റേത് വേറെ തന്നെ സെപ്പറേറ്റ്. കുറച്ച് നാളായി പ്രൊഡക്റ്റ് അൺബോക്സിംഗ് ഇതുപോലെ അങ്ങനെ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു മേ ബി ഞാൻ ഒരു വീഡിയോ ആണ് തോന്നുന്നു പ്രൊഡക്റ്റ് അൺബോക്സിംഗ് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായത് തമ്മിൽ. അപ്പോൾ ഇന്നിപ്പോൾ ഇത് ചെയ്യാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന 2-3 പ്രൊഡക്ട്സ്, ആ കഴിഞ്ഞ പ്രൊഡക്ട്സ് അൺബോക്സിങ്ങിൽ റിവ്യൂ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മൈഗ്രെയിൻ്റെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും വീഡിയോ. മൈഗ്രെയിൻ്റെ പ്രൊഡക്റ്റ്, മൈഗ്രെയിൻ്റെത്, പിന്നെ ഒരു റോസ്മേരിയുടെ ഹെയർ ഓയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ഷെൽഫ്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ എല്ലാത്തിൻ്റെയും റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് ടൈം ഉണ്ടാവില്ല, കാരണം ഓരോന്നിൻ്റെ റിവ്യൂ പറയണമെങ്കിൽ ഓരോന്നായിട്ട് പറയണ്ടേ. അപ്പോൾ ഇന്നിപ്പോൾ തൽക്കാലം ഞാൻ ഈ റോസ്മേരി ആദ്യം ഹെയർ ഓയിലിൻ്റെ റിവ്യൂ പറയാം. അപ്പോൾ ഞാനിത് പറയുന്നതിന് മുന്നേ നമുക്ക് ആദ്യം അൺബോക്സിങ് ചെയ്യാം. അൺബോക്സിങ് ചെയ്ത് നമുക്ക് ഒന്നിച്ച് എല്ലാം നോക്കുമ്പോൾ അതിലൂടെ റിവ്യൂ കൂടെ തരാം. ഫസ്റ്റ് വൺ അൺബോക്സിങ് ചെയ്യാം. ഫ്ലിക്സിൻ്റെ റോസ്മേരി ഹെയർ ഗ്രോത്ത് അഡ്വാൻസ്ഡ് ഹെയർ ഓയിലാണ് ഒന്ന്. ഓക്കെ, എല്ലാം ഒന്നിച്ച് ഞാൻ പറയാം. അപ്പോൾ നെക്സ്റ്റ് വൺ, അപ്പോൾ ഇതിൽ നമുക്ക് അവർ അതിൻ്റെ കൂടെ ഒരു ഇത് തന്നിട്ടുണ്ട് കേട്ടോ. ഫൗണ്ടേഴ്സാണ് ആകാശ്, ഒരു ഫ്ലിക്സിൻ്റെ ഫ്ലിക്സിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുമായിരിക്കും, കുറേ പേർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളിയാണ് ബ്രാൻഡ്, നല്ല അടിപൊളി ബ്രാൻഡാണ് ഫ്ലിക്സിൻ്റെ. സെക്കൻഡ് വൺ നമുക്ക് നോക്കാം. ഇതിലുണ്ട് ഇതിലുള്ളത് ഒരു സെറം ഉണ്ട്, ഫ്ലിക്സിൻ്റെ തന്നെ ഹെയർ സെറം ഉണ്ട്, പിന്നെ ഒരു ഫ്ലിക്സിൻ്റെ റോസ്മേരി ആൻറ്റി ഹെയർ ഫോൾ ഷാമ്പു ഉണ്ട്, പിന്നെ ഒരു ആൻറ്റി ഹെയർ ഫോളിൻ്റെ ഫ്ലിക്സിൻ്റെ തന്നെ കണ്ടീഷണർ ഉണ്ട്. ഞാനിത് 4 ഒന്നിച്ച് വാങ്ങി. അതിൻ്റെ കൂടെ 3 ഫ്ലിക്സിൻ്റെ തന്നെ ഇത് ഫ്രീ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു സൂപ്പർ മാംഗോ സ്മൂത്തിയാണ്, പ്രോട്ടീൻ ഫൈബർ പ്ലാന്റ് ഫ്ലിക്സ് മാംഗോ ഫ്ലേവർ. ഇത് ഫ്രീ കിട്ടിയതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഫ്ലിക്സിൻ്റെ ഞാൻ എടുക്കാൻ കാരണം, അപ്പം ഞാൻ പറഞ്ഞു മുന്നേയിലുള്ള ഇനി നമുക്ക് റോസ്മേരിൻ്റെ പറയാം. റോസ്മേരിൻ്റെ മാമാരത്തിൻ്റെ റോസ്മേരി ഹെയർ ഓയിൽ അടിപൊളി ഹെയർ ഓയിൽ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് ഞാനിത് ചേഞ്ച് ചെയ്തു എന്ന് പറയാം. ചേഞ്ച് ചെയ്യാനുണ്ടായ കാരണം സംഭവം വേറൊന്നുമില്ല, ഇത് മോശമായതുകൊണ്ടൊന്നുമല്ല, ഇത് അത്യാവശ്യം നല്ല തന്നെയാണ് റോസ്മേരി. കാരണം ഇത് കഴിഞ്ഞു. അപ്പം ഞാൻ മുന്നേ ഫ്ലിക്സിൻ്റെ എനിക്ക് ഒന്ന് കോംബോ ആയിട്ട് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഫ്ലിക്സ് നല്ല അടിപൊളി, എന്താ പറയുക, നാച്ചുറൽ ആണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുടെ റിവ്യൂസ് കണ്ടിട്ടുണ്ട്. ഫ്ലിക്സിൻ്റെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള കറി ലീവ്സും നമ്മുടെ മെത്തി ലീവ്സ് അതൊക്കെ കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. കറി ലീവ്സ്, ഭൃംഗരാജ്, റോസ്മേരി, ഭൃംഗരാജ്, മെത്തി, അങ്ങനെ ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം നമ്മൾ എന്താ പറയുക, ഈ മാമായത്തിൻ്റെ റോസ്മേരി ഹെയർ ഓയിൽ എനിക്ക് യൂസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 1 മന്ത്. ഇതും മെത്തി താനെ റോസ്മേരി തന്നെയാണ്. നല്ല അടിപൊളി സ്മെല്ല് കാര്യങ്ങളൊക്കെയാണ്. നല്ല എന്താ പറയുക, ഒരു ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത്, ഒന്ന് റോസ്മേരീൻ്റെത് ഭയങ്കരമായിട്ട് എനിക്ക് ബേബി ഹെയർസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയുമെന്ന് അറിയില്ല, കുറേ ബേബി ഹെയർസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ട്, മുടി കൊഴിച്ചിലായിട്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം അത്യാവശ്യം മുടി കൊഴിച്ചിലുണ്ട്, എങ്കിലും മുടി കൊഴിച്ചിൽ കുറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ എനിക്കൊരു പ്രത്യേകത തോന്നിയത്, ഇതിലുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റിൻ്റെ ആണെന്ന് അറിയില്ല, എൻ്റെ മുടിയുടെ ടെക്സ്ചറേ മാറി. കാരണം എനിക്ക് എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓയിൽ യൂസ് ചെയ്താലും, ഓയിൽ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ എന്താ പറയേണ്ടത്, ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ ഹെയർ ഒരു ഓയിലിങ് ഫീൽ തന്നെയാണ്. ഷാമ്പു യൂസ് ചെയ്ത് കളയാതെ ഞാനിപ്പോൾ കുളിക്കാതെ പോയാലും എൻ്റെ മുടി കുളിച്ച പോലെ ഉണ്ടാവും. കാരണം അങ്ങനെയാണ്. എക്സാമ്പിൾ ഞാൻ കുളിക്കുന്നില്ല എന്നല്ല കേട്ടോ അതിനർത്ഥം. അപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, അതായത് എനിക്കിങ്ങനെ പോയാലിനെ ആൾക്കാർക്ക് മനസ്സിലായി, ഞാൻ കുളിച്ച മുടി, നമ്മൾ കുളിച്ചിട്ടുണ്ടാവും, ഒരു നനവ് ഉണ്ടാവില്ല, ആ ഒരു ഓയിൽ ഉണ്ടായി അപ്ലൈ ചെയ്ത ഒരു ഫീലാണ് എൻ്റെ മുടിക്ക് ഉണ്ടായിട്ടുണ്ടായത്. പക്ഷേ ഇത് യൂസ് ചെയ്ത ശേഷം
എനിക്ക് തോന്നുന്നു ടെക്സ്ചറേ മാറിയ പോലെ. കാരണം ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ മുടി നല്ല പറപ്പിക്കാൻ നമ്മൾ എന്താ പറയണ്ടേ, മുടി നല്ല ഷാമ്പൂ ഒക്കെ ഇട്ട് നല്ല ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക, ആ ഒരു ഹെയറിന് ടെക്സ്ചർ ഇല്ല. നമ്മൾ ഷാമ്പൂ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടായ ടെക്സ്ചറാണ് എനിക്ക് ഈ റോസ്മെരീൻ്റെ ഇട്ട് കഴിഞ്ഞിട്ട്. ഫസ്റ്റ് ഡേ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ നല്ലതായിരുന്നു. രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ ആ ഒരു ഹെയറിൽ ഓയിൽ ഇല്ലാത്തൊരു ടെക്സ്ചർ ഫീൽ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു കണക്കിന് പറഞ്ഞാൽ പോസിറ്റീവ് സൈഡാണ്, ഒരു കണക്കിന് നെഗറ്റീവ്. കാരണം എനിക്ക് എൻ്റെ സൈഡ് നോക്കുമ്പോൾ പോസിറ്റീവാണ്. കാരണം എനിക്ക് ഈ എപ്പോഴും ഷാമ്പൂ ഇട്ട് കഴുകാൻ ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ഷാമ്പൂ യൂസ് ചെയ്യാണ്ട് തന്നെ ഷാമ്പൂ ഇട്ട ഒരു ഫീൽ ഉണ്ടാവാറുണ്ട് ഇത് യൂസ് ചെയ്ത ശേഷം. അപ്പോൾ എന്തെന്ന് വെച്ചാൽ എനിക്ക് പോസിറ്റീവാണ്. പക്ഷേ നല്ലോണം ഡ്രൈ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഈ റോസ്മെരി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതുപോലെ തന്നെ ടെക്സ്ചർ ഡ്രൈ ആയിട്ട് തന്നെ ഫീൽ ചെയ്യാം. അപ്പോൾ അവർ ചിലപ്പോൾ ഓയിൽനെസ് ആഗ്രഹിക്കുന്നവരായിരിക്കും. നല്ലോണം ഹെയർ ഓയിലൊക്കെ യൂസ് ചെയ്ത് നമ്മളെ പൊതുവേ ഓയിൽ യൂസ് ചെയ്യുന്ന നല്ല മുടി നല്ല ഒരു അല്ലേ ഷൈനി ആയിട്ടും ഭയങ്കരമായിട്ടും ഒരു ഓയിലിന് നമുക്കറിയാലോ ഒരു ടെക്സ്ചർ കിട്ടാനാണ്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ആ ഒരു ഹെയറിനെ സംബന്ധിച്ച് നല്ല ഓയിലി ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓയിലാണ് റോസ്മെരിയുടെ ഹെയർ ഗ്രോത്ത് ഓയിൽ. ഓയിൽനെസ് എപ്പോഴും ഒരു ഓയിലി ആയിട്ട് നിൽക്കുന്ന ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞ പോലെ തന്നെയാണ് റോസ്മെരീൻ്റെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഒരുപാട് തവണ ആഗ്രഹിച്ചതായിരുന്നു പ്ലിക്സിൻ്റെ കണ്ടിട്ട്, റിവ്യൂസൊക്കെ കണ്ടിട്ട് പ്ലിക്സിൻ്റെ ഒന്ന് യൂസ് ചെയ്ത് നോക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതും റോസ്മെരി തന്നെയാണ്, അതുകൊണ്ട് സെയിം കണ്ടന്റ് തന്നെയാണ് യൂസ് ചെയ്യുന്ന തലക്ക്. പക്ഷെ കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് കുഴപ്പമുണ്ടാവും എന്ന് എനിക്കറിയില്ല, നോക്കണം. കാരണം ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ അത് 1 മന്ത് കഴിഞ്ഞിട്ട് ശരിക്കും ചേഞ്ച് ചെയ്യാറ്, സെയിം സാധനം യൂസ് ചെയ്യുന്നതാണ് റിപ്പീറ്റ് നല്ലത്. പക്ഷെ എനിക്ക് എന്തോ ഒരു ആഗ്രഹം കൊണ്ടാണ് സെറൊക്കെ ഹെയർ സെറും ടോട്ടലി ഒന്നിച്ച് അത് അപ്ലൈ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് കോംബോ ആയിട്ട്. അതായത് സെറം നമ്മൾ യൂസ് ചെയ്ത ശേഷം ഹെയർ ഓയിലും യൂസ് ചെയ്യണമെന്നുണ്ട്. അതുപോലെ തന്നെ അത് വെച്ചിട്ട് ഷാമ്പു കണ്ടീഷണർ ഇതിൻ്റെ സെയിം സാധനം യൂസ് ചെയ്തിട്ട് നോക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് കോംബോ ആയിട്ട് വാങ്ങിയത്. കോംബോ ആയിട്ട് വാങ്ങുമ്പോൾ നല്ല റേറ്റ് കുറവുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിത് വാങ്ങുന്നുണ്ടെങ്കിൽ സൈറ്റിൽ നിന്ന് പോയിട്ട് തന്നെ വാങ്ങാം. ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് സൈറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ കുറച്ചുകൂടി നമുക്ക് സേഫാണ്. ഏതൊരു സാധനത്തിൻ്റെ ഒറിജിനൽ നമുക്ക് അതിൻ്റെ സൈറ്റിൽ തന്നെ പോയിട്ട് പ്ലിക്സ്.com, പ്ലിക്സിലുണ്ട്, ഗൂഗിളിൽ അടിച്ചാൽ പ്ലിക്സിൽ കയറിയാൽ അവരുടെ തന്നെ സൈറ്റ് കിട്ടും. ആ സൈറ്റിൽ നിന്ന് കയറിയിട്ട് പർച്ചേസ് ചെയ്യാം. കോംബോ ഒക്കെ ഒന്നിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊഡക്ട്സ് ഫ്രീ കിട്ടുന്നുണ്ട് വാങ്ങുമ്പോൾ. അപ്പോൾ യൂസ് ചെയ്തിട്ട് ഞാൻ എന്തായാലും നെക്സ്റ്റ് മന്ത് ഇതിൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. ഓക്കെ, സെറം ഹെയർ ഗ്രോത്തിനും നമ്മുടെ ഹെയർ ഫോളിനൊക്കെ എല്ലാ ഹെയർ ടൈപ്സിനും നമ്മൾ പറ്റിയതാണെന്നാണ് പറയുന്നത്. ശരിക്കും സെറം അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നൈറ്റ് കുറച്ച് ഡ്രോപ്പ് എടുത്ത് സ്കാൽപ്പിൽ നിങ്ങൾ ഹെയർ ലോസ് ഉള്ള ആ സ്കാൽപ്പിലെ ഏരിയ എവിടെയാണോ ഹെയർ ലോസ്, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഹെയർ ലോസ് ഉണ്ടെങ്കിൽ അവിടെ ആ ഒരു കുറച്ചെടുത്തിട്ട് സെറം അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ശരിക്കും നിങ്ങൾ ഒരു ഡെയിലി വൺസ് നൈറ്റ് ആസ് വിൽ പ്രൊവൈഡ് ദ സെറം ഇനഫ് ടൈം ടു ആക്ട് ഓൺ ദ സ്കാൽപ്പിൽ യൂസ്. നിങ്ങൾക്ക് എപ്പോഴാണ് കിടക്കുന്ന ടൈമിൽ നിങ്ങൾ സെറം സ്കാൽപ്പിൽ യൂസ് ചെയ്തിട്ട് കിടക്കുക. അതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾ ഹെയർ വാഷ് ചെയ്ത് കളയാന്നുള്ളതാണ്. യൂസ് ചെയ്യേണ്ടത് അങ്ങനെയാണ്. നൈറ്റാണ് ഹെയർ സെറം യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇത് എല്ലാം ഓൾ സ്കിൻ ടൈപ്സിനാണ് ഞാൻ യൂസ് ചെയ്യും. പ്രൊഡക്ട്സ് ആണെങ്കിലും ഞാനൊരു സൺസ്ക്രീൻ എല്ലാം മോയ്സ്ചറൈസർ ഏത് യൂസ് ചെയ്യുമ്പോൾ എൻ്റെ സ്കിന്നിന് എനിക്ക് ഏതാണെന്ന് ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ചിലപ്പോൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഓയിൽനെസ് ഉണ്ടാവും, എനിക്കൊന്ന് മിക്സ്ഡ് ആണ്. ഓയിലാണോ ഡ്രൈ ആണോ കോമ്പിനേഷനാണോ ഒന്നും എനിക്ക്, പക്ഷെ കോമ്പിനേഷനല്ല. ചില സമയത്ത് ഓയിലി ആയിട്ട് കാണാറുണ്ട്, ചില സമയത്ത് ഡ്രൈ ആയിട്ട് കാണാറുണ്ട്. നോർമൽ സ്കിന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ ഫേസിന് അതുപോലെ ഹെയറിൻ്റെതും ഇതെല്ലാം ഓൾ ഹെയർ ടൈപ്സിനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല, ധൈര്യമായിട്ട് വാങ്ങാം. 95% ഹെയർ ഫോൾ റിഡക്ഷൻ ഉണ്ടെന്ന് ഇതിൽ തന്നെ പറയുന്നുണ്ട്. നമുക്ക് നോക്കണം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത് ഇതിൽ അപ്ലൈ ചെയ്യാൻ ജനറസ് എമൗണ്ട് ഓഫ് യൂസ് ഡ്രോപ്പ് ഡയറക്ട്ലി ടു സ്കാൽപ്പ് ഇൻ ദ ഏരിയ ഓർ massage into scalp using fingertips rinse and when once a day, preferably at night as it will provide the serum enough time to act on your scalp while using. ശരിക്കും നമ്മൾ സെറം യൂസ് ചെയ്ത ശേഷം ഹെയർ ഓയിൽ കൂടി നൈറ്റ് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് പിറ്റേ ദിവസം ഹെയർ വാഷ് ചെയ്യുന്നതിനാണ് ഇവർ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മോർണിംഗ് ഒരു 1 hour മുന്നേ ചെയ്തിട്ട് ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മസാജ് ചെയ്തിട്ട് 1 hour ശേഷം നമുക്ക് കണ്ടീഷണർ ഇട്ടിട്ട് വാഷ് ചെയ്യാം. അത് നല്ലതാണ്. പക്ഷെ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് നൈറ്റാണ് ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവർ പറയുന്നത് അങ്ങനെയാണ്.
നിങ്ങളുടെ ഇഷ്ടം പോലെ. ചിലർക്ക് നൈറ്റൊക്കെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കാനൊക്കെ ഒരു ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇറിറ്റേഷൻസ് അല്ല, എനിക്ക് പൊതുവെ ഞാനും ഹെയർ ഓയിലൊന്നും നൈറ്റ് അപ്ലൈ ചെയ്യാറില്ല. ഞാൻ ഇതുവരെ അപ്ലൈ ചെയ്തില്ല. ചിലർ അപ്ലൈ ചെയ്യാറുണ്ടാവും. അപ്പം അത് ചിലർക്ക് കുഴപ്പമുണ്ടാവില്ല, ചിലർക്ക് നോക്കാം. നിങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം. ഓക്കെ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏത് പ്രൊഡക്ട്സ് ആയാലും യൂസ് ചെയ്യുമ്പോൾ മുന്നേ പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ട് ചെയ്യാൻ നോക്കാം. പാച്ച് ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ 4 പ്രൊഡക്ട്സിൻ്റെ അൺബോക്സിംഗ് ആണ് ഞാൻ ചെയ്തത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല റിവ്യൂ കിട്ടിയ സാധനമാണ് ഫ്ലിക്സിൻ്റെത്. നിങ്ങൾ നോക്കുക, സെർച്ച് ചെയ്ത് നോക്കുക ഗൂഗിളിൽ, അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കുറേ ആൾക്കാരുടെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ റിവ്യൂവിൽ നോക്കാൻ എനിക്ക് അത്യാവശ്യം ഇഷ്ടമായതാണ്, അതുകൊണ്ടാണിത് അൺബോക്സിങ് ചെയ്യാൻ തന്നെ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ ഹെയർ ഫോളൊക്കെ ഉള്ളവരാണെങ്കിൽ കോംബോ ആയിട്ടൊന്ന് നോക്കുക, സൈറ്റിൽ കയറിയിട്ട് വാങ്ങിയിട്ട് നിങ്ങളൊരു 1 മന്ത് അപ്ലൈ ചെയ്ത് നോക്കാം. ഡിഫറൻസ് എന്തായാലും ഞാനും റിവ്യൂ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഗൈസ് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്നവരുണ്ടാവും, പ്ലിക്സിൻ്റെ തന്നെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ റിവ്യൂ ഒന്ന് കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ.